പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടാൻ പോകുന്നെന്ന് വേണം വിശ്വാസി കരുതാൻ. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്ന് പറയരുത്. ചില ആൾക്കാർ പറയത്തില്ലേ, ഞാൻ ദൈവത്തിനോട് അധികം അടുക്കണില്ല, അധികം അടുത്ത അപകടമാണ്, അധികം അടുത്ത സങ്കടമായിരിക്കും. എൻ്റെ മക്കളെ അടുത്താലും അടുത്തില്ലെങ്കിലും ഓരോരുത്തരുടെ ഭാരങ്ങൾ അവനോ വഹിച്ചേ പറ്റത്തുള്ളൂ. ഗലാത്യർ 6:5 എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതി. സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും.
അപ്പം നിങ്ങൾ പറയും ദൈവത്തോട് ഞാൻ അടുക്കത്തില്ല, ദൈവത്തോട് അടുത്താൽ കുരിശായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ നിങ്ങൾ ദൈവത്തോട് അടുത്തില്ലെങ്കിലും കുരിശായിരിക്കും. എന്താ കാര്യം? അതായത് എൻ്റെ വിഷയം ഇതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ പേടിക്കുക എന്നുള്ള ഒരു വിഷയമില്ല. ഈ മിശിഹാചരിത്രം പണ്ട് ജീസസ് എന്നും പറഞ്ഞ് ഒരു സിനിമ കണ്ടിട്ടുണ്ട്. 75 സിനിമയാണ് ജീസസ്, മലയാള സിനിമയാണ്. അതിനുശേഷം പിന്നെ മിശിഹാചരിത്രം വന്നു, പിന്നെ ജീസഫ് നാസറത്ത് വന്നു, പിന്നെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ വന്നു, പിന്നെ അവസാനം പാഷൻ ഓഫ് ക്രൈസ്റ്റ് വന്നു. ഇപ്പോഴ് അടുത്ത സിനിമ ഈശോയെക്കുറിച്ച് വരാൻ പോകും. ഇപ്പം ജീസസ് ഞാൻ കാണുന്നത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചൊരു സംഭവം അറിയാവുക, ഈ കുരിശ് കാണുമ്പോൾ കർത്താവ് ഇങ്ങനെ 2 കൈയോടും കോരിയെടുത്ത് ഇതിനെ ചുംബിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര കാഴ്ച, എൻ്റെ മനസ്സിന് മറക്കാത്തൊരു കാഴ്ചയാണ്. കുരിശിനോടുള്ള ക്രിസ്തുവിൻ്റെ ഒരു സമീപനമേ ഒരു വല്ലാത്ത സമീപനമാണ്. ഇപ്പം നിങ്ങൾ കുരിശല്ല പ്രശ്നം. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല എന്താണ്, ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടുമെന്ന് ഓർക്കണം. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്നല്ല ഓർക്കേണ്ടത്, അത് പിശാചൻ അങ്ങനെ ഓർക്കണത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ചിലത് ജീവിതത്തിൽ കുരിശായിരിക്കും. നമ്മൾക്ക് അത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ എന്താണ്, കനത്ത തോളുണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അതാണ് ഈശോ പറയണത്, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ. ഇപ്പം രണ്ടാമത്തെ ഈശോ ഗെത്സെമനിൽ പോയി പറഞ്ഞത് എന്താ? രണ്ടാമത് ഈശോ ഗെത്സെമനിൽ പോയി പ്രാർത്ഥിക്കണത് എന്താ? രണ്ടാമതും മൂന്നാമത് അത് തന്നെ പറയണത്, വാക്കിലൊന്നും മാറ്റമൊന്നും ഇല്ല. മത്തായി 26:42. രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഇഷ്ടം നിറവേറട്ടെ. അതാണ് സാധനം. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന വിട്ടപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് ഏറെക്കുറെ ഈശോ കിട്ടിയിട്ടുണ്ട്. ജീസസ് നോ ഓപ്ഷൻ, ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ പ്രാർത്ഥന ഈശോ ചേഞ്ച് ചെയ്യാനാ കണ്ടില്ലേ? എന്താ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ്. കുരിശ് മാറ്റുക എന്നതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനത്ത തോളുണ്ടാക്കണതാണ് പ്രശ്നമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതാണ് ഈശോ ഉണ്ടാക്കിയത്. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് കനത്ത തോള്. അവിടെ വെച്ചാണ് ഈശോ കുരിശ് ചുംബിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടിസമുള്ള കുഞ്ഞുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിനെ ചുംബിക്കണം. എന്താ കാര്യം? കർത്താവ് അറിഞ്ഞ് നിനക്ക് തന്ന കുരിശ്, അത് ഉള്ളിടത്തോളം കാലം അതിനെ സൂക്ഷിക്കണം. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാരപ്പെട്ട ജോലി ഒരു ഓട്ടിസം കുഞ്ഞിനെ സൂക്ഷിക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഞാനൊരു ദിവസം 5, 2, 3 ഒക്കെ ആൾക്കാരെ കാണത്തില്ലേ, എല്ലാം ചെറുപ്പകാരികളല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി മനസ്സ്. ഞാൻ പുറത്ത് കാണിക്കത്തില്ല, അതുങ്ങൾ ആ ജീവിതകാലം മുഴുവനെ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പം ഞാൻ ഓർക്കും, നമ്മളൊരു മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണം വിചാരിച്ചു. ആ അനുസരണ, പിന്നെ അതുതന്നെ വ്രതവാഗ്ദാനത്തിലൂടെ, അതുപോലെ തന്നെ നമ്മളുടെ ചാസ്റ്റിറ്റി, ശുദ്ധത, പിന്നെ ദാരിദ്ര്യം ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സിസ്റ്റം ജീവിക്കണില്ലേ. അവരവരുടെ വ്രതത്തിലൂടെയാണ് വിശുദ്ധകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എന്നുവെച്ചാൽ അതായത് ആ വ്രതശുദ്ധിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എല്ലാം ഈശോയെ പ്രതിയായിരിക്കണം. ഒരു കുരിശ് നമ്മൾ പറയണത് കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്നല്ല പറയണത്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നാണ് പറയണത്. അല്ല, കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാമെന്നല്ല പറയണത്. എന്താ പറയണത്? വിശുദ്ധ കുരിശിൻ്റെ എന്ന് വെച്ചാൽ ഒരു കുരിശ് പിതാവിൻ്റെ പേരിലെടുത്തപ്പോഴാണ് ഈശോയ്ക്ക് അത് വിശുദ്ധ കുരിശായത്. അതാണ് ഈശോ പറയണത്, എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് വിശുദ്ധ കുരിശ്. ഈശോയുടെ കുരിശ്
ഈശോ അത് പിതാവിൽ നിന്ന് സ്വീകരിച്ച കാരണം ആ കുരിശ് വിശുദ്ധ കുരിശായി. 2 കള്ളന്മാരുടെ കുരിശുണ്ട് അവിടെ, അത് വിശുദ്ധ കുരിശല്ല, സാധാരണ കുരിശാണ്. അത് ശാപം പിടിച്ച കുരിശ് തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളുടെ ഒരു സങ്കടത്തെ, ഒരു സഹനത്തെ ശാപമായിട്ട് എടുക്കാം, അതേസമയം വിശുദ്ധ കുരിശായിട്ട് എടുക്കാം. കാര്യം അപ്പോൾ ഉയർപ്പ് സുനിശ്ചിതമാണ്. ഇപ്പോൾ ഓട്ടിസം പിടിച്ച ഒരു കുഞ്ഞിനെ സൂക്ഷിക്കുമ്പോൾ ഓർക്കുന്നത് നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്, 1 അല്ല 2 പ്രാവശ്യം. അപ്പോൾ നിത്യജീവിതം എന്താണെന്ന് എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ചുംബിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾ രോഗികളെ, നേഴ്സുമാർ, എന്തുമാത്രം നേഴ്സുമാരാണ് ഉടമ്പെടുത്തിരിക്കണേ. അപ്പോൾ അവരാ രോഗികളെ പോയി കാണുമ്പോൾ അവരെ കർത്താവ് നമുക്ക് ശുശ്രൂഷിക്കുമ്പോൾ അവരെ ആദരവോടെയാണ് അതിനോട് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ കുരിശാണെന്ന രീതിയിൽ ആദരവോടെ. അപ്പം അത് എല്ലാ കാര്യവും ഇങ്ങനെ വീടുകളിലാണെങ്കിലും നമുക്ക് ക്ലേശം പിടിച്ച വിഷയങ്ങൾ ചെയ്യുമ്പോൾ ആ കുരിശിനെ നിങ്ങൾ വിശുദ്ധ കുരിശാക്കണം. എങ്ങനെയാണ്? അത് സാധാരണ കുരിശായിരിക്കും. രോഗിയായ അമ്മുമ്മ വീട്ടിൽ കിടക്കുകയല്ലേ, സാധാരണ കുരിശാണത്. പുറം മുള്ളും എല്ലാം കട്ടലയിലാണ്, കുരിശാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും മലവാടി ചത്താൽ മതിയായിരുന്നെന്ന് പറയും ഇവർ. ആര്? നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു പോകും മനുഷ്യൻ. പക്ഷേ എന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലും കർത്താവേ, ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞത് വിശുദ്ധ കുരിശാക്കി മാറ്റണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം നിത്യത നമുക്ക് ഉറപ്പായി മുന്നോട്ട് പോകാൻ എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഈ വിശുദ്ധ വാരത്തിൽ എല്ലാം വിശുദ്ധമാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചാത്യാത്ത് മൗണ്ട് കാർമൽ ഇടവാംഗമായ ജിത ഷൈജു എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. അമ്മയും അമ്മയുടെ 9 വയസ്സുള്ള മകനുമായിട്ട് നിന്നാണ് വലിയൊരു സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. എൻ്റെ പേര് ജിത ഷൈജു, ഇതെൻ്റെ മകൻ ദാവീദ്. ഞങ്ങൾ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ചാത്യാത്ത് ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ജീവിച്ച് ഒരുപാട് പരിചയമുള്ള, ഒരു പക്വതയുള്ള, ആധ്യാത്മിക പക്വതയുള്ള ഒരു അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. ആ അമ്മ സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട്. 9 വർഷത്തോളം ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങിയ മകനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഈ മകൻ്റെ ഒരു വിഷയവുമായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ഈ ഒരു പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രകാരം ഈ 9 വർഷം പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഈ മകന് വലിയൊരു അസുഖം വരികയാണ്. ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഇവന് ജനുവരിയിൽ ഒരു
പനി വന്നു. ആ പനി കുറച്ച് കടുത്ത പനിയായിരുന്നു, ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ളൊരു പനിയായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ആ സമയത്ത് കണ്ണിന് ഇവന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഒരു റെഡ്നെസ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിയുടെ ഒരു കാഠിന്യം കൊണ്ട് വന്നതാണ്, ഒരു ഐ ഡ്രോപ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ആദ്യം ഒരു പനിയിലാണ് തുടങ്ങിയത്. ജനുവരി മാസത്തിൽ ഈ പനി തുടങ്ങി. പിന്നെ അത് കണ്ണിൻ്റെ ഇൻഫെക്ഷനായിട്ട് മാറി. കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് ഈ മകൻ്റെ ബാധിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ഇൻഫെക്ഷൻ സ്റ്റീറോയിഡൊക്കെ എടുത്തു. പിന്നെ കഴുത്തിൽ മുഴയായി അത് രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ഒത്തിരിയേറെ ശാരീരിക അവശതകളിലൂടെ ഈ മകനിങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ മകൻ ഒരു ആധ്യാത്മിക പക്വതയുള്ള ഒരു അമ്മയുടെ മകൻ എന്ന നിലയിൽ വളരെ അവധാനതയോട് കൂടിയിട്ടാണ് ഈ ഒരു വിഷയത്തെ ഇവനും അഭിമുഖീകരിക്കുന്നത്. കാരണം ഇവൻ തന്നെ അതിനുള്ള റെമഡിയൊക്കെ കണ്ടുപിടിക്കുന്നതായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കൺപീള കെട്ടി ഈ കൃഷ്ണമണിയിൽ വരുമ്പോൾ ഇവൻ തന്നെ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് പോയി ഇങ്ങനെ കണ്ണാടി നോക്കി ഇതൊക്കെ എടുത്ത് കളയും, ക്ലീൻ ചെയ്യും എന്നൊക്കെ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ജീവിത ദുരിതം ഇങ്ങനെ നീണ്ട് വന്നപ്പോൾ ഈ അമ്മ ചെയ്ത കുറേ വിശ്വാസ നടപടികളുണ്ട്. അതാണ് ഇന്നത്തെ ഒരു സാക്ഷ്യ വചന വിശകലനത്തിനായി ഞാൻ എടുക്കുന്നത്. 2022 ഈ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 20 ഇതെൻ്റെ 10ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ അൾത്താരയിലെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഒരു മകൻ്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്രൈസിസിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. കാരണം സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ ഈ മകന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ട്, തൊണ്ടയിൽ മുഴയുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന കൈവയ്പ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ കുറേ നാളത്തേക്ക് മെഡിസിൻ എടുക്കുന്നു. അതിലൊന്നും ഈ മകന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള അടയാളങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും ഈ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ കിട്ടിയ ആ ഒരു വലിയ കർത്താവിൻ്റെ കരത്തിൻ്റെ ആ ഒരു ബലം, അതിൻ്റെ ആ ഒരു കൈവയ്പ്പ് ശുശ്രൂഷയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ഏത് സമയവും അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:30 തിരുവചനം അനുസരിച്ചുകൊണ്ട് അങ്ങേ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനായി അവിടുത്തെ കരം നീട്ടണമേ എന്നൊരു വലിയ പ്രാർത്ഥന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:30 ഒരു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ഈ അമ്മ തൻ്റെ വിശ്വാസയാത്ര തുടരുകയാണ്. എല്ലാ ദിവസവും തന്നെ ഈ അമ്മ ഈ മകൻ്റെ തലയിൽ കൈവച്ച് ഈ ഒരു പ്രാർത്ഥന തുടരുകയാണ്. മരുന്ന് നിർത്തി കുറേ നാൾ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രകടമായ വ്യത്യാസങ്ങളില്ലാതിരുന്നപ്പോഴും അമ്മ തൻ്റെ പ്രത്യാശ കൈവിടാതെ ഈ ഒരു പ്രാർത്ഥന തുടർന്നു. ഇതിനിടയിൽ ഈ അമ്മയ്ക്ക് വലിയൊരു വചനം കിട്ടുന്നുണ്ട്. ദൈവപിതാവിൻ്റെ ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം എന്താണെന്നുള്ള വെളിപ്പെടുത്തി കിട്ടുന്ന വലിയൊരു വചനം. അത് യോഹന്നാൻ 11:4 തിരുവചനമാണ്. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവമഹത്വത്തിനും ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സന്ദേശം ഈ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ദൈവമഹത്വത്തിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് ഈ ഒരു രോഗം ഇവരുടെ ജീവിതത്തിൽ, ഈ മകൻ്റെ രോഗം കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ തന്നെ മുന്നേറിയപ്പോൾ മരുന്നുകൾ നിർത്തിയ സമയത്ത് കർത്താവിൻ്റെ ശക്തി പ്രവർത്തിച്ച് പൂർണ്ണമായിട്ട് ഈ മകന് സർജറിയൊക്കെ പറഞ്ഞിരുന്ന മകനാണ്. കണ്ണിൻ്റെ ഇൻഫെക്ഷനും ഒപ്പം തന്നെ മുഴകളെല്ലാം അപ്രത്യക്ഷമാവുകയാണ്. വലിയൊരു സാക്ഷ്യമാണ്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. അവനോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ധ്യാനം കൂടുമ്പോഴും ഡെയിലി ബ്രെഡിലൊക്കെ ഞാൻ സാക്ഷ്യം. അപ്പോൾ ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ വേറൊരു കൊച്ചിന് ഇതുപോലെ FNAC ടെസ്റ്റിൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ ഇത് വേണം. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി, 2 പേരുടെ അടുത്ത് കൊണ്ടുപോയി
ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വന്ന് ഇത്ര ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചതാണ്. അപ്പോൾ രണ്ടുപേരും നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു. അതിനും പൂർണ്ണമായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ തൈലം ഇടുന്നുണ്ട്, അന്നത് മാറിയാൽ അത് മരുന്ന് എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട്, മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും. ഇത് മരുന്നില്ലാണ്ട് തൈലം മാത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുക എന്നുള്ളൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ ഇവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കുമ്പം എനിക്ക് 2 വചനങ്ങൾ കിട്ടി. ഒരു വചനം, ഇത് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ ആ ഒരു വചനവും ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ തൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ ഉയർത്തണമേ എന്നുള്ളൊരു വചനം, അതിവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ 2 ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം. അതാണ് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒത്തിരിയേറെ വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. അതിൽ ഒരു വചനം എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനായ വ്യക്തിയെ കാണുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്. വലിയൊരു ചോദ്യമാണ്, ഈ വ്യക്തി അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെ പാപം നിമിത്തമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ എന്ന് ഒരു ചോദ്യം. അപ്പോൾ ഈശോ അതിനൊരു മറുപടി പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം തിരുവചനമാണ്. യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോരോ സഹന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിൽ കോറിയിടേണ്ട ഒരു വചനമാണ്. അതായത് ഈ ഒരു പ്രത്യേക സഹനത്തിലൂടെ വലിയ ദൈവമഹത്വം കൈവരാനിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശക്തി ആ ഒരു പ്രത്യേക വിഷയത്തിന്മേലുണ്ടായി നമ്മളെ സാക്ഷികളാക്കി ഉയർത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ബലഹീനമാക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ ഉടമ്പടിയിലിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് നമ്മളെ മഹത്വത്തിലേക്ക് ഉയർത്താനുള്ള ദൈവപിതാവിൻ്റെ വലിയൊരു സ്നേഹ പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ദൈവാനുഭവം എനിക്കുണ്ടായി. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഞാൻ എൻ്റെ ആലുവ പഠനത്തിലായിരിക്കുന്ന സ്ഥലത്ത് കോൺവെൻറ്റിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു ലാറ്റിൻ വാക്ക് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. ഇത് ഞാൻ രാവിലെ അലാം കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ വലിയൊരു അഭിഷേകത്തിലായിരുന്നു. അപ്പോൾ ഈ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഈ ഒരു പ്രത്യേകമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. വാക്ക് പ്രകാരമായിരുന്നു എറ്റേർണൂസ് ദേവൂസ് പാറ്റർ, അതായത് നിത്യനായ പിതാവായ ദൈവം. എൻ്റെ ഒരു ഉടുപ്പിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അവിയൊന്ന് പിതാവിനെയൊക്കെ കണ്ട് ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ അന്ന് ആ ദിവസം ഞായറാഴ്ച പഠിക്കുന്ന സ്ഥലത്തോട്ട് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകുന്നത്. അന്ന് രാവിലെ ഈശോ സംസാരിച്ചതാണ്. സന്ദേശപ്രകാരമാണ്, ദൈവപിതാവിൻ്റെ വലിയൊരു മഹത്വം പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ജോമോളെ നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ദൈവിക ഇടപെടലൊക്കെ സമയച്ചുരുക്കത്തിൽ ഈ സമയം ദൈവപിതാവ് മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് നടന്നിട്ടുള്ളത്. ഇതെല്ലാം പിതാവായ ദൈവം അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സന്ദേശം എനിക്ക് കിട്ടി. വലിയ അഭിഷേകത്തോടു കൂടി ആ ദിവസം ആയിരുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൃപാസനത്തിലെ തന്നെ ഒരു പ്രേക്ഷിത, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന കൗൺസിലർ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ആ ഫോട്ടോ ഈ ദൈവപിതാവിൻ്റെ വലിയൊരു ഐക്കണോട് കൂടിയ ഒരു ഇമേജറി ആയിരുന്നു. അപ്പോൾ ആ ഐക്കണിൽ എന്നോട് ദൈവപിതാവ് നൽകിയ സന്ദേശത്തിൻ്റെ അകക്കാമ്പ് അതിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഐക്കണിൽ പ്രകാരം എഴുതിയിരുന്നു, ദേവൂസ് ആബ ഒംനിപൊട്ടൻസ് ഫാദർ, പിതാവായ ദൈവം, സർവശക്തനായ പിതാവ്.
ദൈവപിതാവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിന്റെ യാത്രയിൽ ഞാൻ കൈപിടിച്ചാണ് കൂടെ നടക്കുന്നതെന്ന് എന്നെ ഉറപ്പിക്കാനായിട്ടാണ് ഈ ഒരു ഇമേജും ഈ ഒരു സന്ദേശവും കൂടെ എനിക്ക് കിട്ടിയത്.